എന്നിലേക്ക് സിനിമ ഇൻജക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സിനിമയെ ഞാൻ ഇത്ര അധികം സ്നേഹിക്കാനും സിനിമാക്കാരനാവണമെന്ന് മോഹിക്കാനും ഒക്കെ കാരണമായിട്ടുള്ളത് എഡിറ്റർ ബി ലെനിനാണ്. എഡിറ്റർ ബി ലെനിൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് എടുത്തു പറയാൻ കാരണം എല്ലാവർക്കും സംശയമുണ്ട്. ലെനിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലെനിൻ രാജേന്ദ്രൻ സാറാണോ എന്ന്. അത് അദ്ദേഹമല്ല. ഭീം സിംഗ് എന്ന് പറയുന്ന വലിയൊരു സംവിധായകന്റെ മകനാണ് എൻ്റെ ഗുരു ലെനിൻ സാറ്. ലെനിൻ സാറിൻ്റെ കൂടെയുള്ള ജീവിതമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായിയായി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹായിയായി അദ്ദേഹത്തിന് ചായ കൊടുത്തും വെള്ളം കൊടുത്തും നിന്ന ആ ഒരു അറിവ് മാത്രമാണ് എന്നെ ഇന്ന് കേരളം അംഗീകരിച്ച് സംസ്ഥാന അവാർഡ് ജേതാവാക്കി മാറ്റിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗുരുവിനെ കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ RLV സ്കൂൾ, തൃപ്പൂണിത്തുറ RLV സ്കൂൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ മറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് എൻ്റെ ഈ ജനത്തിന് എന്നോടുള്ള സ്നേഹം പതുക്കെ കുറഞ്ഞു തുടങ്ങി. അതായത് ഞാൻ ഹംഭാവിയായി തുടങ്ങി, വിനയമില്ലാത്തവനായി തുടങ്ങി. ഞാൻ വളരെ ചെറുപ്പത്തിൽ ദൂരദർശനിൽ വന്നിട്ടുള്ള ആളാണ്. അന്ന് ദൂരദർശനിൽ വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ സീരിയലിൽ വന്നു. പിന്നെ കയറുന്ന വേദികളിലെല്ലാം കയ്യടി മാത്രമല്ല, ആളുകൾ എന്നെ കാണാനായിട്ട് സ്റ്റേജിൻ്റെ പുറകിൽ വരിക. അപ്പം ഞാൻ എന്തൊക്കെയോ ആയി എന്നുള്ള ധാരണയിൽ എൻ്റെ രീതികളൊക്കെ മാറി. ഞാൻ പറഞ്ഞു അതിനെ അങ്ങനെ വഴിതെറ്റി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ പറഞ്ഞ നാടകം എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. അതൊരു കലയാണെന്നോ ഒന്നും പറയാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ഇപ്പോൾ ലെനിൻ സാറിനെ ഞാൻ എങ്ങനെ പറഞ്ഞു, അതേപോലെ തന്നെ നാടകം എൻ്റെ ഗുരുതുല്യനും എൻ്റെ പിതാവും ഒക്കെയാണ് തിയേറ്റർ. കാരണം തിയേറ്ററിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഭാഷ കിട്ടിയത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇത്രയും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ നിന്നും കിട്ടിയിട്ടുള്ള ഊർജമാണ്. ബാസവേരി എന്ന് പറയുന്ന നാടകവേദിയിൽ ഈ പറഞ്ഞ കാലഘട്ടത്തിൻ്റെ ഇടയിൽ തന്നെ ബാസവേരിയുമായിട്ട് സഹകരിക്കുമായിരുന്നു. അവിടുത്തെ കുഞ്ചൻ നമ്പ്യാർ, ശെൽവൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത സമയത്ത് കുഞ്ചൻ നമ്പ്യാറിൽ അഭിനയിച്ചു. സ്കൂൾ നാടകമായിട്ടുള്ള ഭൂതത്താൻ്റെ നിധി എന്ന് പറയുന്ന, അതാണ് എൻ്റെ ആദ്യത്തെ നാടകം. ആ നാടകം ശെൽവരാജ് പൂണിത്തുറ എന്ന് പറയുന്ന സംവിധായകനും അദ്ദേഹം നടനുമാണ്. ബിഗ് ബി, പച്ചക്കുതിര, അങ്ങനെ 3-4 സിനിമകളിൽ, കുട്ടിസ്രാങ്ക്, അതിലെല്ലാം അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ നാടക ഗുരു. അത് കഴിഞ്ഞ് നാടകത്തിൽ അന്നത്തെ കാലത്ത് എന്താ പറയുക, ചില രൂപങ്ങൾക്ക് സിനിമയിലെന്ന പോലെ തന്നെ ചില രൂപങ്ങൾക്കും ചില വ്യക്തികൾക്കും നിശ്ചയിച്ചിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്, ഒരു കാസ്റ്റിംഗ് ഏരിയ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് വരണമെങ്കിൽ അവൻ കൈലാസം എടുത്ത് നൃത്തം വരണമെന്ന് പറഞ്ഞ പോലെ രാവണൻ്റെ അവസ്ഥയാണ്. അല്ലെങ്കിൽ തലവെട്ടി ഹോമം ചെയ്താൽ മാത്രമേ ഇവിടെ അടിസ്ഥാന വർഗം എന്ന് പറയുന്ന സാധാരണ മനുഷ്യന്റെ കഴിവുകൾ അംഗീകരിക്കപ്പെടണമെങ്കിൽ അസുര സാധകം അല്ലെങ്കിൽ അസുരന്മാർ ചെയ്യുന്ന തപസ് ചെയ്താൽ മാത്രമേ ഇവിടെ അംഗീകരിക്കപ്പെടുമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്താണ് ശിവൻ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന സംവിധായകൻ ആദ്യമായി എന്നെ നായകനാക്കുന്നു. ഒരു നാടകത്തിൽ ഞാൻ നായകനാവുന്നു. ചെമ്പകരാമൻ എന്ന് പറയുന്ന നാടകത്തിൽ ചെമ്പകരാമനായി അഭിനയിച്ചു. അത് കഴിഞ്ഞ് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ റേഞ്ചിൽ നിന്ന് മാറാനായിട്ട്, അന്ന് തൃപ്പൂണിത്തുറയുടെ മാത്രം ഒരു നാടകക്കാരൻ ആയിരുന്നു. അത് എറണാകുളത്തിൻ്റെ ആവാനായിട്ട് കുറേ നാളായി. ഉണ്ണി പൂണിത്തുറ എന്ന് പറയുന്ന എൻ്റെ ഗുരു, അദ്ദേഹം ചെയ്ത സ്കിറ്റൻ എന്ന് പറയുന്ന നാടകത്തിൽ ഞാനും ഷാബു കെ മാധവൻ എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തകനും അദ്ദേഹത്തും കൂടി 2 പേരുടെ നാടകം. ആ നാടകമാണ് എനിക്ക് നാടക ലോകത്ത് ഒരു ബ്രേക്ക് തന്നത്. എൻ്റെ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമ പോലെയാണ് എനിക്ക് സ്കിറ്റൻ എന്ന് പറയുന്ന നാടകം. ആ നാടകം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എന്നെ ഒരു ആക്ടറായി നാടക പ്രവർത്തകർ അല്ലെങ്കിൽ എൻ്റെ ഗുരുക്കന്മാർ എന്നെ അംഗീകരിച്ചത്. അങ്ങനെ ചന്ദ്രഹാസൻ സാറിൻ്റെ അടുത്തെത്തി. ലോകധർമ്മിയിൽ ഒരുപാട് നാൾ അവിടുത്തെ കളരിയിലൊക്കെ പങ്കെടുത്തു. പിന്നെ അവിടെ ലോകധർമ്മിയും
പബ്ലിക് ലൈബ്രറിയും കൂടി ചേർന്ന് നടത്തിയ ഒരു 21 ദിവസത്തെ നാടക ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പ് ഡയറക്ടർ പ്രബീർ ഗുഹ എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള ഒരു നാടക സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളാണ് എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ലെവലും മാറ്റിയത്. അതായത് ഓരോരുത്തരുടെ അടുത്ത് പോകുമ്പോഴും അവർ പൊളിക്കുകയാണ് എന്നെ. ഞാൻ ആദ്യം വിചാരിച്ചു ഏറ്റവും നാടകത്തിൻ്റെ അവസാന വാക്ക് ശിൽവരാജ് പൂണിത്രയാണ് എന്ന്. അത് ശിവൻ തൃപ്പൂണിത്തറ പൊളിച്ചു. ശിവൻ തൃപ്പൂണിത്തറയാണെന്ന് വിചാരിച്ചു, അത് ഉണ്ണി പൂണിത്തറ പൊളിച്ചു. ഉണ്ണി പൂണിത്തറയാണെന്ന് വിചാരിച്ചു, അത് പ്രബീർ ഗുഹ തകർത്തു. ചന്ദ്രഹാസനാണെന്ന് വിചാരിച്ചു, അത് പ്രബീർ ഗുഹ എന്ന് പറയുന്ന സംവിധായകൻ, ബംഗാളി സംവിധായകൻ, അത് പൊളിച്ചു. അവിടെ നിന്ന് എനിക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടായി. എൻ്റെ ചിന്തകൾ വളർന്നു, എൻ്റെ സംസാരങ്ങൾ മാറി, ഞാൻ തിയേറ്റർ പേഴ്സൺ ആവാൻ തുടങ്ങി. അപ്പോൾ തിയേറ്ററാണ് അവസാന വാക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന അടുത്തുനിന്ന് സിനിമയുടെ ലോകത്ത് വന്നു. പ്രബീർ ഗുഹയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു അദ്ദേഹമാണ് ദൈവം, അല്ലെങ്കിൽ അദ്ദേഹമാണ് അവസാനത്തെ അഭിനയത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞു നിന്നപ്പോൾ ലെനിൻ സാറ് വന്നു. ലെനിൻ സാറ് അത് തകർത്തു. വേറെ ഒരു ചിന്തയുണ്ടായി, വേറെ ഒരു അച്ചടക്കമുണ്ടായി, മര്യാദയുണ്ടായി, വേറൊരു ഭാഷയുണ്ടായി, കാഴ്ചപ്പാടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് രാജീവേട്ടൻ്റെ അടുത്തെത്തി, ഇതെല്ലാം തകർത്ത് ഇതൊന്നുമല്ല ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അത് കഴിഞ്ഞിപ്പോൾ വേണുസാറിൻ്റെ അടുത്ത് വന്നപ്പോൾ വേണുസാറ് വേറൊരു സാധനമാണ്. ഇപ്പം ഞാൻ കാർബൺ എന്ന് പറയുന്ന സിനിമയാണ്. വേണുസാറിൻ്റെ അടുത്ത് വേണുസാറാണ് ഇന്നിപ്പോൾ എൻ്റെ അവസാനമായിട്ട് നിൽക്കുന്നത്. ഒരു വിമർശനം ഇല്ലാത്ത ഒരു അവാർഡ് നമ്മുടെ സ്റ്റേറ്റിൽ നടന്നിട്ടുള്ളത് 1-2 തവണയായിരിക്കാം. അതിലൊരു തവണ ഒരു അവാർഡ് ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.